ഇതൊന്ന് വഷളാക്കണം. പൃഥ്വിരാജേട്ടന്റെ സിമിലാരിറ്റി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ക്ലിറ്റ് ആൻഡ് ക്ലിയർ എന്ന രീതിയിലാണ് കമന്റ്സ് കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ പിന്നീട് വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ജനസംസാരം അങ്ങനെയാ. ബ്രോ ഇങ്ങനെ എന്റെ അടുത്ത് ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അത് പിന്നെ മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത്. അത് കേട്ടാണ് അവര് അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത്. നിങ്ങൾ മീഡിയക്കാരാണ് അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പാനിക് സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ദെൻ ഇങ്ങനെ ബ്രോ പറ്റുമെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക. ബ്രോയും അത് പോയി ഒന്ന് കേട്ടു നോക്കുക എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ അതാണോ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ, ചോദിക്കുക. നീ എന്തിനാണ് ചെറിയ കാര്യത്തിന് കടിച്ചിട്ട് മാന്തിയതാണ്. മനസ്സിലായി? ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദ്യം മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തേനും ബ്രോ അതാണ് റെസ്പോൺസ് കിട്ടത്. ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, തളരൂല. വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. ആക്ടിങ് എന്നല്ല, അതിന് പുറമെ മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്? ഞാൻ ഒന്ന് കയറി വന്നല്ലേ ഉള്ളൂ. ഞാൻ ഈ ആക്ടിങ്ങിൽ ഒന്ന് ഫോക്കസ് ചെയ്തോ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ ഒരു മെയിൻ ടീം ആയിട്ടുള്ള ചാനല് കുറെ ട്രോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായി വിചാരിക്കാം. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. ട്രോൾ രീതിയിലാണ് അതിന്റെ പ്രസ്ഥാനം നടത്തിയത്. അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിന് റെസ്പോൺസ് ചെയ്യുക, അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരിക്കാം. അതിനെന്താണ് പറയാനുള്ളത്? എന്താ ഇതിന് മറുപടി പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുടെയും മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷനാണ്. അതൊരു സെൻസ്ലെസ് ട്രോളാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സ്വാഭാവികമായും വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടിൽഡ് ആവും. ഇതിന്റെ പേര് പിന്നെ He did the responsible thing. He was absolutely responsible in waiting for the legal outcome. അത് തെറ്റായിട്ട് കാണുന്നില്ല. കൊടുക്കേണ്ടത് അപ്പ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? വഴി കയറി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പൗരന്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത്. അത് മാറ്റി നീക്കി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മാർഗങ്ങളിൽ ആര് തടസ്സമായി വന്നാലും അത് കൃത്യസമയത്ത് മാറ്റിയിരിക്കണം. പിന്നീടാകാന്ന് വെച്ചാൽ ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങാതെ വരും. ഒരു യൂണിയൻ മിനിസ്റ്ററിന്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റും. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അല്ലേ ടാർഗറ്റഡ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഓബ്വിയസ് ആൻസർ അല്ലേ ക്വസ്റ്റിന്? അത് 100% ഗ്യാരണ്ടി. അത് നല്ല അടികൊള്ളാത്തതിന്റെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.